നമസ്കാരം, കറിവേപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ധാന്യങ്ങൾ എങ്ങനെ വളരെ സിമ്പിളായിട്ട് തുണി കൊണ്ടൊന്നും മൂടി വയ്ക്കാതെ സ്ട്രെയിൻ ഇല്ലാതെ മുളപ്പിച്ചെടുക്കാൻ നോക്കാം. ഇതുപോലൊരു പ്ലാസ്റ്റിക് പാത്രം ഉണ്ടെങ്കിൽ എന്തും നമുക്ക് മുളപ്പിച്ചെടുക്കാം. ഇത് സാധാരണ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് കറികളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന സിമ്പിളായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് പാത്രമാണ്. ഇതില്ല എങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പാത്രമായാലും മതി. മുളപ്പിച്ചെടുക്കുന്നതിന് പ്രത്യേകിച്ച് സ്പ്രൗട്ട് മേക്കർ ബോക്സുകളൊക്കെ പല രീതിയിലുള്ള പല തരത്തിലുള്ളതും നമുക്കിപ്പോൾ വാങ്ങാൻ കിട്ടും. ഇതൊരു ഗ്ലാസ് കൊണ്ടുള്ള സ്പ്രൗട്ട് മേക്കർ ജാറാണ്. 720 ml കപ്പാസിറ്റി ഉള്ളൊരു ഗ്ലാസ് ജാറാണിത്. ഇതിൻ്റെ ലിഡിൽ തന്നെ ഒരു സ്റ്റാൻഡ് പോലെയുണ്ട്. കൂടാതെ ഇതിൻ്റെ ലിഡ് വെൻറ്റിലേഷനുള്ള ലിഡാണ്. ധാരാളം ഹോൾസ് ഇതിനകത്തുണ്ട്. പിന്നെ ഇത് ഇതുപോലെ ഇങ്ങനെ നിർത്തി വയ്ക്കാം നമുക്ക് വെള്ളം വാർന്നു പോകാൻ വേണ്ടി. പക്ഷേ ഇതിൻ്റെ വില തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം. ഒരെണ്ണത്തിന് 720 ml ഉള്ളതിന് 895 റുപ്പീസൊക്കെയാണ്. പിന്നെ പലതരത്തിലുള്ള പ്ലാസ്റ്റിക് സ്പ്രൗട്ട് മേക്കേഴ്സ് ഉണ്ട്. അതിൻ്റെ 4 കമ്പാർട്ട്മെൻ്റ് ഉള്ളത്, പിന്നെ 3 കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ളത്, അങ്ങനെ പല തരത്തിലും നമുക്കിപ്പോൾ വാങ്ങാൻ കിട്ടും. ആമസോണിൽ ഇത് പല വിലയ്ക്കും ഉണ്ട്, പല ടൈപ്പിലും നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ ഇത് കൂടാതെ സ്റ്റീലിലുള്ളതും ഉണ്ട്. നമുക്കിവിടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം കൊണ്ട് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. കൂടാതെ ഈ ടിപ്സ് കാണാൻ മറക്കരുത്. ഇന്നത്തെ ടിപ്സിൽ ഞാൻ വളരെ ഭംഗിയുള്ള കുറച്ച് ഡെക്കറേറ്റീവ് പ്ലാന്റ്സും പിന്നെ അത് വാങ്ങിയ ഷോപ്പിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പും കൂടി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ് വീഡിയോ മൊത്തം കാണുക. ഞാൻ വാങ്ങിയ 1-2 ഡെക്കറേറ്റീവ് പ്ലാന്റ്സും നമുക്കത് ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കത് എങ്ങനെയാണ് ഈ സ്പ്രൗട്ടിംഗ് ബോക്സ് ഉണ്ടാക്കുന്നതെന്ന്, എങ്ങനെ അതിൽ മുളപ്പിച്ചെടുക്കാമെന്നൊക്കെ നോക്കാം. ഞാൻ നേരത്തെ കാണിച്ച ഈ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ അടപ്പ് എടുത്ത് വയ്ക്കുക. പിന്നെ ഈ പപ്പടം കുത്തുന്ന കമ്പി ഉണ്ടല്ലോ, അത് എല്ലായിടത്തും കാണുമല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഉള്ളതാണ്. അതുപോലെ ഒരു കൂർത്ത കമ്പി എടുക്കുക. എന്നിട്ട് സ്റ്റൗ കത്തിച്ച് ആ ഫ്ലെയിമിലോട്ടൊന്ന് കാണിച്ചാൽ മതി ഈ കമ്പിയുടെ അറ്റ. എന്നിട്ട് ഈ പ്ലാസ്റ്റിക്കിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴേക്കും ഇതിലോട്ടൊന്ന് തൊട്ടാൽ മതി. അതങ്ങ് നന്നായിട്ടങ്ങ് ഹോള് വീഴും അതിലേക്ക്. അങ്ങനെ കുറച്ച് ഇങ്ങനെ ഒരു സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്ററിൻ്റെ ഇടവിട്ട് ഇതുപോലെ ഹോൾസ് കൊടുത്താൽ മതി. ഈ ഹോൾസ് ഇടുമ്പോൾ കുറഞ്ഞു പോകരുത്. കൂടുതൽ നമ്പർ ആയാലും കുഴപ്പമില്ല, കുറവായി പോകരുത്. ഞാനിപ്പോൾ ഇവിടെ 2 പാത്രം അതുപോലെ ഹോളിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് താല്പര്യം ഇല്ലാത്തവർക്ക് കുപ്പി ഉണ്ടെങ്കിൽ കുപ്പി എടുത്താലും മതി. കുപ്പി എടുക്കുമ്പോഴത്തേക്കും കുപ്പിയുടെ അടപ്പ് അത്ര നമ്മൾ ഈ പാർലെ ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കുപ്പി ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ അടപ്പ് ഇതുപോലെ ഉപയോഗിക്കുക. അടപ്പ് മാത്രം പ്ലാസ്റ്റിക് ആയാൽ മതി. എന്നിട്ട് ഇതുപോലെ ഇപ്പം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ പപ്പടം കുത്തി ഒന്ന് ചൂടാക്കി ആ ഹോൾ ഇടുക ഇതിലും. ഇനി ഇതിലേക്ക് ഒന്നിൽ 1/4 കപ്പ് പയർ, അതിന് 1 കപ്പ് വെള്ളം ഒഴിക്കുക, ഒന്ന് ഇളക്കി വയ്ക്കുക. ഏത് ധാന്യം വേണമെങ്കിലും നമുക്കിതുപോലെ മുളപ്പിച്ചെടുക്കാം. 1/4 കപ്പ് ഉലുവയും 1 കപ്പ് വെള്ളവും. പിന്നെ 1/4 കപ്പ് കൂരകം, 1 കപ്പ് വെള്ളവും ഒഴിച്ച് അടച്ചു വയ്ക്കുക. 8-9 മണിക്കൂറോളം ഇത് കുതിരാനായിട്ട് വേണ്ടി വരും. അതൊന്ന് കുതിർന്ന് വരട്ടെ. ഞാനിപ്പോൾ ഇത് കഴുകുന്നില്ല, ഒന്ന് കുതിർന്നതിന് ശേഷം ഞാൻ കഴുകുന്നുള്ളൂ. ആദ്യമേ കഴുകി വയ്ക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കഴുകിയാലും മതി. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കുതിർന്നതിന് ശേഷമാണ് ഒന്ന് കഴുകിയത്. അപ്പോൾ ഒരു 2-3 വെള്ളം ഒന്ന് കഴുകി 3 അതുപോലെ കഴുകി വൃത്തിയാക്കി ഊറ്റിയെടുക്കണം. ഇതുപോലെ ചരിച്ച് എവിടെയെങ്കിലും ഒന്ന് വെച്ചിരുന്നാൽ മതി കുറച്ച് സമയത്തേക്ക്. അപ്പോൾ ആ വെള്ളമെല്ലാം ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളയണം. ഇത് ഉലുവയാണ്. ഉലുവയും അതുപോലെ 2-3 വെള്ളം കഴുകിയതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനകത്തെല്ലാം ഇതിൻ്റെ ഈ സ്കിന്നിൻ്റെ കട്ടി പോലെ ഇരിക്കും ഇത് കിളിർത്ത് വരുന്നതിന് എടുക്കുന്ന സമയം. പെട്ടെന്ന് പയറാണെങ്കിൽ കുറച്ച് സ്പീഡിൽ അത് കിളിർത്ത് വരും. പിന്നെ ഈ കുവരകനും ഉലുവയ്ക്കും കുറച്ചും കൂടെ താമസമുണ്ട്. അത് നമുക്ക് നോക്കാം. രാത്രി ഒരു 10 മണിക്കൊക്കെ ഊറ്റി വെച്ചാൽ രാവിലെ ഏകദേശം ഒരു 10 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി. ഞാനത് തുറന്ന് നോക്കിയപ്പോഴേക്ക് പയർ മാത്രം ഒന്ന് കിളിർത്തിട്ടുണ്ട്, ഉലുവയൊന്നും കിളിർത്തിട്ടില്ല. അതിന് കുറച്ചുകൂടെ സമയം വേണം. ഈ മുളപ്പിച്ച ധാന്യങ്ങളുടെ ആരോഗ്യ ഗുണങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. മുളച്ച് കഴിയുമ്പോൾ അതിനകത്ത് വൈറ്റമിൻസും
മിനറൽസിൻ്റെയൊക്കെ അളവ് 10 മടങ്ങ് വർദ്ധിക്കും. കൂരകിന് 10 മണിക്കൂറും 12 മണിക്കൂറും ഒന്നും പോരാ. 24 hours കഴിഞ്ഞപ്പോഴേക്കും ഉലുവ മുളച്ചു വന്നു. പയറിന് 10 മണിക്കൂറാണ് എടുത്തത്, ഉലുവയ്ക്ക് 24 മണിക്കൂർ. പക്ഷേ കൂരക് കിളിച്ച് വരാനായിട്ട് ഒരു 48 മണിക്കൂറോളം എടുത്ത് അടുത്ത ദിവസമാണ്. അപ്പോൾ ഓരോന്നിൻ്റെ ആ സ്കിന്നിൻ്റെ കട്ടി, പിന്നെ നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ, കാലാവസ്ഥയുടെ എല്ലാം ആയിട്ട് വരും അതിൻ്റെ വ്യത്യാസം വരും സമയത്തിൽ. പിന്നെ ഇതൊക്കെ മുളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. 4-5 ദിവസത്തേക്കൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഫ്രഷായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു പ്രാവശ്യം നമ്മൾ ഈ അടപ്പിൽ ഇതുപോലെ ഹോളിട്ട് വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ട് ഇതിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് അതിൽ തന്നെ കുലുക്കി അതിൽ തന്നെ ഡ്രെയിൻ ചെയ്ത് അങ്ങനെ ചെയ്തെടുക്കാം. എളുപ്പമാണിത്. ഫൈബറിൻ്റെയും പ്രോട്ടീൻ്റെയൊക്കെ അളവ് ഈ മുളപ്പിച്ച ധാന്യങ്ങളിൽ വളരെ കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഇത് നിയന്ത്രിക്കും. പിന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറച്ച് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഇത് മുളപ്പിച്ചത് ധാന്യങ്ങൾ സഹായിക്കും. മുളപ്പിക്കുമ്പോൾ ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് കൂടും. പിന്നെ തുടർന്ന് പ്രതിരോധശേഷി കൂടുകയും ചെയ്യും. അപ്പോൾ നിത്യേന ഈ മുളപ്പിച്ച ധാന്യങ്ങൾ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മുളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ സാലഡുകളിലൊക്കെ ഉപയോഗിക്കാം. പിന്നെ തോരൻ വയ്ക്കാനും കറി ഉണ്ടാക്കാനും ഒക്കെ എല്ലാം ഈ മുളപ്പിച്ച സാധാ ഇതിനെന്തൊക്കെ ഉപയോഗിക്കുന്നോ അതൊക്കെ നമുക്ക് ഈ മുളപ്പിച്ചതിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ മുളപ്പിച്ച ഉലുവയൊക്കെ സാലഡിന് ഉപയോഗിക്കാം. കൂരക് പക്ഷേ നമുക്ക് മുളപ്പിച്ചതിന് ശേഷം ഉണക്കി പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ആ പൊടിയാണ് നമ്മൾ കൂരേൻ്റെ സാധാരണ ഉപയോഗിക്കാറ്. അപ്പോൾ ഈ രീതിയിൽ ഒരു സ്പ്രൗട്ടിംഗ് ബോക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അന്ന് ധാന്യങ്ങളൊക്കെ ഒന്ന് മുളപ്പിച്ച് നോക്കുക. ടിപ്സ് കൂടി കാണുക. ഇന്നത്തെ ടിപ്സിൽ ഞാൻ ട്രിവാൻഡ്രത്തെ ലുലു ഷോപ്പിംഗ് മോളിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ഇടത് സൈഡിൽ വെസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ്. അവിടുന്ന് ഞാൻ 1-2 ഡെക്കറേറ്റീവ് പ്ലാന്റ്സ് വാങ്ങിയ സമയത്ത് അവിടെ തിരക്ക് കുറവായതുകൊണ്ട് ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. കിച്ചൺ ഐറ്റംസും റെഡിമെയ്ഡ് ഡ്രസ്സസ്, പിന്നെ ഫുട്വെയർ എല്ലാം അവിടെ അവൈലബിൾ ആണ്. ചെറുതും വലുതുമായിട്ടുള്ള ഈ പനയുടെയൊക്കെ പ്ലാസ്റ്റിക് പോട്ടുകളിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വില നമുക്കൊന്ന് നോക്കാം. ഒരു ഇടത്തര സൈസിനൊക്കെ ഉള്ളത് 1000 സംതിങ് ആണ്. പിന്നെ കുറച്ച് വലുതിനൊക്കെ 2000 സംതിങ്. 1299, 1299. ഇതിന് 2499, 2499. പിന്നെ ഇവിടെയൊക്കെ ബ്രാസിലുള്ള പോട്ട്, സ്റ്റാൻഡ് ഉള്ള പോട്ടുകളാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ കിച്ചൺ ഐറ്റംസാണ്. ഇതിൻ്റെ പ്ലെയിൻ ഗ്രീൻ കളറിലുള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വാങ്ങിയായിരുന്നു. അത് ഞാൻ കാണിക്കാം. അതിന് 399 ആണ്. ഇതിനെ ഞാൻ വാങ്ങിയപ്പോൾ അന്ന് അതിന് 599 ആയിരുന്നു. അത് പ്ലെയിൻ ഗ്രീനാണ്. ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഭംഗിയുള്ളത്. ഇത് വളരെ നല്ല ഒരു ഐറ്റമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ 1-2 വാങ്ങിയോണ്ട് ഇത് വാങ്ങിയില്ല. ഇതിൻ്റെ വില അതുപോലെ 599 റുപ്പീസാണ്. ഓഫറുള്ള ചില ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നേ. ഒരെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടുള്ളത്, ബൈ 1 ഗെറ്റ് 1 ഫ്രീ. ആ കൂട്ടത്തിലുള്ള ഒരെണ്ണമാണ് ഞാൻ വാങ്ങിയത്. അത് പക്ഷേ ഇത് വാങ്ങിയാൽ അതിൻ്റെ അടുത്തിരിക്കുന്ന വൈറ്റ് കൂടെ കിട്ടും. അപ്പോൾ 299 റുപ്പീസായിരുന്നു. അപ്പോൾ എനിക്ക് ഈ വൈറ്റ് വേണ്ട, റെഡ് ഉള്ളത് കൊണ്ട് അവർ അതിന് പകരം വേറെ ഒരു ഐറ്റം ഡ്രസ്സാണ് എടുത്തത്. അപ്പോൾ 299 150 കൊടുത്തപ്പോഴാണ് ഇത് വാങ്ങിയത്. ഇത് രണ്ടുമാണ് ഞാൻ അവിടുന്ന് വാങ്ങിയത്. ഇനി നമുക്ക് കുറച്ച് കിച്ചൺ വെയർസ് ഒന്ന് നോക്കാം. ഇതൊക്കെ നല്ല ഭംഗിയുള്ളതും എന്നാൽ നല്ല വെയിറ്റ് ഉള്ളതുമായിട്ടുള്ള കുറച്ച് പാൻ സെറ്റുകളാണ്. പല വലിപ്പത്തിലുള്ളതുണ്ടായിരുന്നു. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റീലാണ്. നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ സൈഡൊക്കെ ഒരു ബ്രാസ് കോട്ടഡാണ്. ഇത് ഇൻഡക്ഷൻ ഫ്രണ്ട്ലിയാണ്. 1499 ആണ് ഇതിൻ്റെ വില. 1499. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഗ്ലാസിൻ്റെ ലിഡാണ് ഇതിനുള്ളത്. പിന്നെ ഇതിൻ്റെ പല സൈസിലുള്ളത് അവൈലബിൾ ആണ് ഇവിടെ. ഇതൊക്കെ സ്പൂണും ഫോർക്കിൻ്റെയൊക്കെ സെറ്റ് ആണ്. ഇതൊരു ബ്രാസിൻ്റെ ഒരു സ്പൂണ് 399 റുപ്പീസ്.
4 വീതം അടങ്ങിയ ഓരോ സെറ്റാണ്. ഇത് ഫോർക്കിൻ്റെ 299 റുപ്പീസ്. പിന്നെ സ്പൂണുകൾ, പിന്നെ നൈഫ്, പിന്നെ ഗോൾഡൻ കളറിലുള്ള സ്പൂണുകളാണ്. ഇതിലൊക്കെ 399 റുപ്പീസാണ് ഇതിൻ്റെ എല്ലാം വില എഴുതിയിരിക്കുന്നത്. ഇതൊരു അഡ്വർടൈസ്മെൻ്റ് അല്ല, ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ ഓണമൊക്കെ ആയതുകൊണ്ടായിരിക്കും ചില ഐറ്റംസിനൊക്കെ ഓഫറുണ്ട്. അപ്പോൾ ഒരെണ്ണം എടുക്കുമ്പോൾ ഒന്ന് ഫ്രീ ആണ്. അപ്പോൾ വളരെ വിലയ്ക്ക് വ്യത്യാസം തോന്നി എനിക്ക്, ഞങ്ങൾ 1-2 ഐറ്റമൊക്കെ വാങ്ങിയപ്പോൾ. ഇതൊക്കെ ഡ്രസ്സിൻ്റെ സെക്ഷനാണ്. പിന്നെ അതുപോലെ നമ്മുടെ സ്റ്റഡുകളൊക്കെ കുറച്ചുണ്ട്. അതൊന്നും നമ്മളങ്ങനെ വിശാലമായിട്ട് നോക്കിയില്ല. അപ്പോൾ വെസ്റ്റ് സൈഡിൽ കഴിഞ്ഞു. ഇനി ലുലുവിൻ്റെ തന്നെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടെ ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഐറ്റം കണ്ടപ്പോൾ അതും കൂടി ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ് ലിഡ് മാത്രമായിട്ട്. അപ്പോൾ അതിൻ്റെ സിലിക്കോൺ റിമ്മൊക്കെ ഉണ്ട്. അതിന് ഫ്ലെക്സിബിളാണ് അതിൻ്റെ ആ സിലിക്കോൺ റിം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് പലതിലും അടയ്ക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ് ഇതിൻ്റെ റിമ്മ്. പിന്നെ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 599 ആണ്. സിലിക്കോണാണ് മെറ്റീരിയലിൻ്റെ റിമ്മിൻ്റെ. ഇത് ഞാൻ വാങ്ങിയില്ല. പിന്നെ ഇത് ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിളാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ ഞാൻ നോക്കിയായിരുന്നു. നമ്മളിതുപോലെ ഗ്ലാസ്സിലിട്ട് സിലിക്കോൺ റിമ്മെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ റെഡ് വളരെ നല്ല ക്യൂട്ട് ലുക്കാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ സ്പ്രൗട്ടിംഗ് ബോക്സൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കുറച്ച് ധാന്യങ്ങളൊക്കെ മുളപ്പിച്ചെടുക്കുക. വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.